നമസ്കാരം. ഡൽഹിയിൽ ബി.ജെ.പി ആം ആദ്മിയുടെ വേരറുത്തത് സ്ത്രീകളുടെ പിന്തുണയോടെയാണ്. ഏകദേശം 46% സ്ത്രീകളുടെ വോട്ടിന്റെ പിൻബലത്തിൽ ഡൽഹി പിടിച്ചെടുത്ത ബി.ജെ.പി ഉചിതമായ അടുത്ത ചുവട് വെച്ചിരിക്കുകയാണ്. അതാണ് ഡൽഹിയിൽ ബി.ജെ.പിയുടെ സ്ത്രീ മുഖ്യമന്ത്രിയായി വന്ന രേഖ ഗുപ്ത. ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയായ അതിഷി ഉള്ളപ്പോൾ കെജ്രിവാൾ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ജയിച്ചാൽ വീണ്ടും മുഖ്യമന്ത്രിയാകാം എന്ന ഉദ്ദേശത്തോടെയാണ്. അതായത് ആം ആദ്മിയുടെ വനിതാ മുഖ്യമന്ത്രിയെ മാറ്റി സ്വയം മന്ത്രി കസേരയിൽ ഇരിക്കാമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ദുർമോഹത്തിനെതിരെ ബി.ജെ.പി ശക്തമായ പ്രചാരണം ഡൽഹിയിൽ അഴിച്ചുവിട്ടിരുന്നു. ഇപ്പോഴത്തെ ആ പ്രചാരണത്തിന് അടിവരയിടുകയാണ് രേഖ ഗുപ്ത എന്ന വനിതാ മുഖ്യമന്ത്രിയെ നൽകിയതിലൂടെ ബി.ജെ.പി. 10 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് ആം ആദ്മിയെ ബി.ജെ.പി തൂത്തെറിഞ്ഞത്. അതിന് കാരണമായത് സ്ത്രീ ക്ഷേമത്തിൽ ഊന്നിയുള്ള ബി.ജെ.പിയുടെ പ്രകടന പത്രികയായ സങ്കൽപ് പത്രയാണ്. ഇപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രിയെ നൽകി ബി.ജെ.പി ഒരു പടി കൂടി മുന്നേറിയിരിക്കുന്നു. സങ്കൽപ് പത്രയിൽ ബി.ജെ.പി നൽകിയിരുന്ന ഒരു പ്രധാന വാഗ്ദാനം സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതിയാണ്. മഹിളാ സമ്മാൻ നിധിയിലൂടെ മാസം 2500 രൂപ വീതം നൽകുമെന്നാണ് ബി.ജെ.പി മുന്നോട്ട് വെച്ചിരിക്കുന്ന വാഗ്ദാനം. ഡൽഹിയിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് പാചകവാതകത്തിന് 500 രൂപ വീതം സബ്സിഡി നൽകും. ഒപ്പം തന്നെ ഹോളിക്കും ദീപാവലിക്കും സൗജന്യമായി ഓരോ സിലിണ്ടർ വേറെയും നൽകും. 21,000 രൂപയുടെ 6 പോഷകാഹാര കിറ്റുകളാണ് ഗർഭിണികൾക്ക് നൽകുക. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച് പർവേഷ് വർമ്മയ്ക്കാണ് മാധ്യമങ്ങൾ സാധ്യത കൽപ്പിച്ചിരുന്നത്. ജാട്ട് സമുദായാംഗം മുൻ ഡൽഹി മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ 2 തവണ MP തുടങ്ങി ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ പർവേഷ് വർമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ആശിഷ് സൂദ് ആയിരുന്നു മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ബി.ജെ.പിയുടെ ഡൽഹിയിലെ നേതാവായിരുന്നു. ജമ്മു കാശ്മീർ, ഗോവ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വരെ ഇദ്ദേഹത്തെ ബി.ജെ.പി അയച്ചിട്ടുണ്ട്. പഞ്ചാബി മുഖവുമായിരുന്നു. പക്ഷെ ഇവരെല്ലാം തള്ളി രേഖ ഗുപ്തയെ തെരഞ്ഞെടുത്തതിന് പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. യാതൊരു വിവാദവും തീരാത്ത വ്യക്തിത്വം കൂടിയാണ് രേഖ ഗുപ്ത. സൗത്ത് ഡൽഹിയിലെ മേജർ എന്ന നിലയിൽ ഗംഭീര പ്രകടനമാണ് രേഖ ഗുപ്ത കാഴ്ചവെച്ചത്. ബംഗാളിൽ മമതാ ബാനർജിക്ക് പോലും വനിതാ മുഖ്യമന്ത്രി എന്ന അവകാശവാദം ഉന്നയിക്കാൻ കഴിയാതിരുന്നപ്പോഴാണ് ഡൽഹിയിൽ ബി.ജെ.പി അത് സാധിച്ചത് എന്നത് ബി.ജെ.പിയുടെ വലിയ നേട്ടമായി തന്നെ കാണാവുന്നതാണ്. പാർട്ടിയിലും പൊതുരംഗത്തും ഒരുപോലെ കരുത്ത് തെളിയിച്ചാണ് രേഖ ഗുപ്ത എന്ന 51കാരി മുഖ്യമന്ത്രി പദത്തിലേക്ക് കടന്നു കയറുന്നത്. ചെറുപ്രായത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിനാൽ രാഷ്ട്രീയ മർമ്മം കൃത്യമായി തന്നെ അറിയാം. 1996-97 കാലഘട്ടത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു രേഖ ഗുപ്ത. തെക്കൻ ഡൽഹിയിൽ മേയറായിരുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ വരെ കയ്യടി നേടിയിരുന്നു ഇവർ. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഈ കന്നി MLA. ഷീല ദീക്ഷിത്, സുഷമ സ്വരാജ്, അതിഷി മർലേന എന്നിവരുടെ ഭരണത്തിന് ശേഷമാണ് രേഖ ഗുപ്ത എന്ന വനിതാ മുഖ്യമന്ത്രി ഡൽഹിക്കായി എത്തുന്നത്. ലാഡ്ലി ബഹൻ യോജന എന്ന സ്ത്രീകൾക്ക് ഏറെ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രകടന പത്രികയ്ക്ക് പിന്നിൽ രേഖ ഗുപ്തയുണ്ട്. ഇതാണ് മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ 5ാമതും അധികാരത്തിൽ എത്തിച്ചത്. ഇതേ രീതി ചുവട് പിടിച്ചാണ് പിന്നീട് മഹാരാഷ്ട്രയിലും ബി.ജെ.പി പ്രകടന പത്രികയിൽ സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യം നൽകിയത്. മികച്ച പ്രാസംഗിക കൂടിയാണ് രേഖ ഗുപ്ത. ABVP, മഹിളാ മോർച്ച, RSS, ബി.ജെ.പി തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച അനുഭവ പരിചയമാണ് അവരുടെ പ്രസംഗത്തിന്റെ കൈമുതൽ. പ്രതിസന്ധികളെ മറികടന്ന് പരിഹാരങ്ങൾ കണ്ടെത്താൻ ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ അവർക്കുള്ള കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും വനിതാ വിഭാഗം പ്രഭാരിയായിരുന്നു. ഒരാളുടെ ഭാര്യ എന്നോ മകൾ എന്നോ ഉള്ള മേൽവിലാസമില്ലാതെ ക്ഷമയോടെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ഇവർ ആവശ്യമുള്ള സമയത്ത് കൃത്യമായി നടപ്പാക്കാനുള്ള കഴിവുള്ള ധീരവനിതയാണ്.